സിംഹാസനസ്ഥൻ എൻ്റെ 4-ാം വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക രീതിയിൽ കടന്നു വന്നത് എന്നും ഞാൻ ഓർക്കുന്നു. അത് വിവേചിച്ചറിഞ്ഞ എനിക്ക് ജന്മം നൽകാൻ ദൈവം തിരഞ്ഞെടുത്ത എൻ്റെ അമ്മയുടെ ഓർമ്മ അപ്പനും കൂട്ടായ്മയുമൊപ്പം സിംഹാസനസ്ഥൻ്റെ ഓർമ്മയിൽ പ്രത്യേകം കടന്നു വരാറുണ്ട്. ആ തിരിച്ചറിവ് തന്നെയാണ് ഒരു കരടായിരുന്ന് വാഴ്ത്തിയ ഓസ്തിയുടെ തരിയിൽ ചേർന്നിരുന്ന് തിരുരക്തത്തിൽ കുളിച്ച് മുത്തായി സക്രാരി അലങ്കരിക്കണമെന്ന എൻ്റെ ആഗ്രഹത്താൽ ദേവാലയത്തിൽ മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച എന്നെ ശല്യം ചെയ്യാതിരിക്കാൻ അമ്മയെ പ്രേരിപ്പിച്ചത്. അനുഭവം കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞ ഒരു ശുശ്രൂഷയ്ക്കായി ചൊവ്വാഴ്ച മൗനദിനമാണെന്ന് കൂടി രേഖപ്പെടുത്തി തിരുസഭയുടെ ഔദ്യോഗിക കാര്യാലയത്തിൽ സമർപ്പിച്ച ജീവിതക്രമം ആശീർവദിക്കപ്പെട്ട ദിവസം പരിശുദ്ധാത്മാഭിഷേകത്താൽ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയുടെ കണ്ണു നിറഞ്ഞതും ഓർത്തുകൊണ്ട് ഒരു കാര്യം കൂടി ചേർക്കുന്നു. 2023 തിരുപ്പിറവി മുതൽ ആ മൗനത്തിന് ആഴമേറിയിരിക്കുന്നു. എന്ത് നിയോഗത്തിനായി ആ മൗനം ആചരിച്ചു? ആ നിയോഗത്തിൽ കർത്താവ് തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഭൂമി മുഴുവൻ അവിടുത്തെ മുൻപിൽ മൗനം ഭജിക്കട്ടെ. ഹബക്കൂക്ക് 2:20 എന്ന വചനത്തിൻ്റെ സാക്ഷ്യത്താൽ ആഴമേറുന്നു എന്നതെല്ലാവരും ഓർക്കണം. ഇനി മുതൽ ചൊവ്വാഴ്ച മൗനത്തിൻ്റെ ആഴം അളക്കുവാൻ സാധിക്കില്ല എന്നതിൻ്റെ അർത്ഥത്തിനും ആഴമേറുന്നു. ആ ആഴത്തിൽ ഭൂമി വിറയ്ക്കുന്നതും ഞാൻ അറിയുന്നു. 2024 ആണ്ട് ഒരു പ്രത്യേക പ്രാർത്ഥനാ വർഷം തന്നെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആവേ മരിയ.